ദൈവവചനത്തിന്റെ മുൻപാകെ ഒരിക്കൽ കൂടെ നമ്മളെ ശോധന ചെയ്യുവാനായിട്ട് ഇരിക്കുകയാണ്. വെറും കേൾവിക്കാരായി ഇരിക്കാതെ വളരെ പ്രാർത്ഥനയോടും വളരെ ഒരുക്കത്തോടും എന്നോട് സംസാരിക്കണമേ എന്ന താല്പര്യത്തോടും കൂടെ നാം ഇരിക്കുന്നുവെങ്കിൽ ദൈവവചന കേൾവി നമുക്ക് ഏറ്റവും അനുഗ്രഹപ്രദവും അർത്ഥവത്തവും നമുക്ക് അനുഗമിക്കാൻ പറ്റുന്നതും ആയിരിക്കും. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്നുള്ളതാണ്. മരണാനന്തര ജീവിതം. കഴിഞ്ഞ ദിവസം എന്നോടൊരാള് സംസാരിച്ചപ്പോഴേ പറഞ്ഞു, നമ്മള് ഈ മരണാനന്തര ജീവിതത്തെ പറ്റി അധികമായി പ്രസംഗിക്കാറില്ല. മറ്റു പല വിഷയങ്ങളും നമ്മൾ സംസാരിക്കാറുണ്ടെങ്കിലും മരണാനന്തര ജീവിതത്തെ പറ്റി വളരെ കുറച്ച് മാത്രമേ സംസാരിക്കാറ് ഉള്ളൂ എന്ന് പറയുകയുണ്ടായി. എന്നാൽ ഞാൻ അതിന് കഴിഞ്ഞ് നമ്മുടെ കാർഡ് നോക്കിയതായിട്ടുള്ള അവസരത്തില് എനിക്ക് മനസ്സിലായി, വളരെ പെട്ടെന്ന് തന്നെയാണല്ലോ മരണാനന്തര ജീവിതം എന്ന ടോപ്പിക്കിനെ പറ്റി നമുക്ക് സംസാരിക്കുവാൻ അവസരം ദൈവം തന്നത് എന്ന്. നമുക്കൊക്കെ മുൻപിലുള്ള വലിയ ഒരു ചോദ്യമാണ്, വാട്ട് കംസ് ആഫ്റ്റർ ഡെത്ത്? വളരെ വർഷങ്ങൾക്ക് മുൻപ് നീതിമാനായ ഇയ്യോബ് ചോദിച്ചതായിട്ടുള്ള ചോദ്യം, മനുഷ്യൻ മരിച്ചാൽ പിന്നെയും ജീവിക്കുമോ? നമുക്കൊക്കെ ഈ കൺസേൺസ് ഉണ്ട്. അത് നമ്മളെ വ്യാകുലപ്പെടുത്തുന്നുണ്ട്, ഭാരപ്പെടുത്തുന്നുമുണ്ട് എന്നത് പറയാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ജോൺ പൈപ്പർ ഇന്നും ക്രിസ്തീയ ഗോളത്തിൽ അനേക പ്രിയപ്പെട്ടവരെ സ്വാധീനിക്കുന്ന, പ്രത്യാശ നിർഭരമായ ഒരു ജീവിതം നയിക്കുന്ന, ക്യാൻസറിനെ സർവൈവ് ചെയ്തതായിട്ടുള്ള ഒരു പാസ്റ്ററാണ് ജോൺ പൈപ്പർ. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്, ഐ ഡോണ്ട് so much pray that my death will be without pain, but that it will be without doubt. Let me repeat it once again. I don't so much pray that my death will be without pain, but that it will be without doubt. ഞാൻ എൻ്റെ മരണം വേദന ഇല്ലാതെ മരിക്കണമെന്ന് ഞാൻ അധികം പ്രാർത്ഥിക്കാറില്ല. എന്നാൽ ഞാൻ മരിക്കുന്നത് ഒട്ടും സംശയത്തോടു കൂടെ ആകരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നാം സംശയത്തോടു കൂടെയാണോ മരണത്തെ നേരിടാനായിട്ട് പോകുന്നത്? None of us know when that will happen. നമുക്ക് ആർക്കും അറിയത്തില്ല. Only one person knows that. നമുക്ക് യോബിന്റെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് യോബ് നമ്മളോട് പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? അവന്റെ ജീവകാലത്തിന് അവധിയുണ്ടല്ലോ, അവന്റെ മാസങ്ങളുടെ എണ്ണം നിന്റെ പക്കലുണ്ട്, അവന് ലംഘിച്ചുകൂടാത്ത അതിർ
നീ വെച്ചിരിക്കുന്നു. God knows how many months we will live. God knows how many days we will be having. And man cannot cross that boundary the Lord has set for us. ദൈവം നമുക്ക് ലംഘിക്കാൻ കഴിയാത്ത ഒരു പരിധി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മരണമാണ് എന്ന് വളരെ വ്യക്തമായി ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ബിഫോർ ഐ ഗെറ്റ് ഇൻ ടു ദിസ് ടോപ്പിക്, let us bow down and let us prepare ourselves and ask the Lord, Lord, let this be true to me. കർത്താവേ, ഞാൻ കേൾക്കാനായിട്ട് പോകുന്ന ദൈവത്തിന്റെ വചനം എന്നോട് സംസാരിക്കണമേ. അത് എന്റെ ജീവിതത്തോട് വാസ്തവമായിട്ട് ഇടപെടണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, കർത്താവേ, നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നിന്റെ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. അടിയന്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ചിന്തകളും നിനക്ക് പ്രസാദമുള്ളതായിരിക്കാനും കേൾക്കുന്ന ജനത്തിന് പ്രയോജനമുള്ളതായി തീരാനും അവിടുന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുറവുകളെ കണക്കിടാതെ ഞങ്ങളോട് കൃത്യമായി ഇന്ന് പകൽക്കാലം ഇടപെടണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ ഉത്തരമരുളുമാറാകണമേ. ആമേൻ. ഈ ടോപ്പിക്ക് വളരെ പ്രസക്തിയുള്ളതായ ഒരു ടോപ്പിക്കാണ്. ഒരു കാലഹരണപ്പെട്ട ഒരു ടോപ്പിക് അല്ല. ആനുകാലിക പ്രസക്തിയുള്ള, നമ്മുടെ ചോദ്യങ്ങളിലൊക്കെ പ്രഥമ സ്ഥാനമുള്ള ഒരു ടോപ്പിക്കാണ്, ഒരു വിഷയമാണ് ഇന്ന് നമ്മുടെ മുൻപിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ടോപ്പിക്ക് ഇന്നത്തെ ഒരു ദിവസത്തെ sermon കൊണ്ട് തീർക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാരണം many of us are interested knowing what really happens. അതുകൊണ്ട് ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്തായിട്ടുള്ള സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തന്നതായിട്ടുള്ള ചിന്തകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുമ്പോൾ I divided this as at least 3 messages. 3 മെസ്സേജസ് ആയിട്ട് സംസാരിക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. അതിന്റെ ഒരു ആസ്പെക്ട് മാത്രം ഇന്ന് സംസാരിക്കാനും 2 ആസ്പെക്ട്സ് അടുത്ത ആഴ്ചയിൽ സംസാരിക്കാനും the 4th one will be spoken on the following Sunday. അങ്ങനെ 3 സൺഡേകളിലായി ഇന്നത്തെ വിഷയം സംസാരിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. And that will be under these titles. ഞാൻ ഈ 3 ടൈറ്റിൽസ് പറയാനായിട്ട് താല്പര്യപ്പെടട്ടെ. ആദ്യം ഇന്ന് ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് the realities of the death. മരണത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ. രണ്ടാമത് the resurrection of the dead. മരിച്ചവരുടെ പുനരുത്ഥാനം. 3 the reward for the dead. മരിച്ചവർക്കുള്ള പ്രതിഫലം. 4 the renewal of the dead. മരിച്ചവരുടെ രൂപാന്തരം. ഈ 4 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വിഷയത്തെ ആസ്പദമാക്കി ക്രമീകരിച്ചിരിക്കുന്നത്. But I will speak only on the first topic, that is the realities of death. മരണത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ. ജനനം ഒരു യാഥാർത്ഥ്യമാണ്, ജീവിതം ഒരു യാഥാർത്ഥ്യമാണ്, മരണവും ഒരു യാഥാർത്ഥ്യമാണ്. അതേപോലെ തന്നെ മരണാനന്തര ജീവിതവും
ഒരു യാഥാർത്ഥ്യമാണെന്ന് മറ്റ് ഏത് പുസ്തകം പറയുന്നതിനേക്കാളും ദൈവത്തിന്റെ വചനം ദൈവമക്കൾക്ക് ഉറപ്പ് നൽകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പല ചോദ്യങ്ങളിൽ പ്രഥമ സ്ഥാനം നാം ഇതിന് കൊടുക്കാറുണ്ട്. വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ ഡെത്ത്? മരണം കഴിഞ്ഞ് നമുക്ക് എന്ത് സംഭവിക്കുന്നു? എന്താണ് മരണത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ? പ്രിയരെ, നാം ചെറുപ്പമായിരിക്കുമ്പോൾ നമുക്ക് തോന്നും ജീവിതം എന്നെന്നും ഒരുപോലെ അങ്ങ് മുൻപോട്ട് പോകും. നാം ആഗ്രഹിക്കുന്നത് എന്തും നമുക്ക് സാധിച്ചെടുക്കാൻ കഴിയും. നമുക്കെല്ലാം നിയന്ത്രണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ കഴിയും. എന്നാൽ ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണെന്നറിയാമോ? സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പ ആയുസ്സുള്ളവനും കഷ്ടസമ്പൂർണനുമാണ്. പൂ പോലെ വിടർന്ന് അവന്റെ ജീവിതം പോകുന്നു. നിലനിൽക്കാത്ത നിഴൽ പോലെ അത് ഓടിപ്പോകുന്നു. Death comes to us at any moment to anyone. മരണം ഏത് വ്യക്തിയുടെ ജീവിതത്തിലും ഏത് സമയത്തും കടന്നു വരാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എത്ര കാലം നാം ജീവിച്ചിരിക്കുമെന്ന് നമുക്കറിയില്ല. എന്നാൽ നാം ഇവിടെ വായിച്ചു കേട്ടല്ലോ, നമുക്ക് ജന്മം തന്നതായ, നമ്മളെ ഈ ഭൂമിയിൽ ജീവൻ തന്ന, ജീവന്റെ ഉൽപ്പത്തിയോടുകൂടെ അയച്ചതായ നമ്മുടെ സൃഷ്ടികർത്താവിന് നമ്മുടെ ജനനവും മരണവും നന്നായി അറിയാം. അവന്റെ ജീവകാലത്തിന് ഒരു അവധി വെച്ചത് സൃഷ്ടികർത്താവാണ്. അവന്റെ മാസങ്ങളുടെ എണ്ണം അവനാണ് നിർണയിച്ചിരിക്കുന്നത്. അവന് മനുഷ്യന് ലംഘിച്ചുകൂടാത്തതായ ഒരു പരിധി വെച്ചതും ദൈവമാണ്. ദീർഘായുസ് നൽകി കൊടുക്കണമെന്ന് തീരുമാനിച്ചാൽ അത് ദൈവം തരുന്നു. എന്നാൽ ആയുസിന്റെ മധ്യത്തിൽ നമ്മളെ എടുക്കണമെന്ന് ചിന്തിച്ചാൽ അതും അവൻ ചെയ്യുന്നു. പ്രിയരെ, ഇറ്റ് ഈസ് നോട്ട് ഇൻ അവർ കൺട്രോൾ, ബട്ട് ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ഇൻ ഹിസ് കൺട്രോൾ. മനുഷ്യന്റെ ആയുസ്സിനോട് കൂട്ടുവാനോ കുറയ്ക്കുവാനോ നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ടാണ് വൺ റോമൻ പോയറ്റ് സിനീക്ക എന്ന് പറയുന്ന ഒരു റോമൻ പോയറ്റ് ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: there is boundary fixed for every man, which always remain where it is set, nor can any move it forward by any means whatsoever. മലയാളത്തിൽ ഇങ്ങനെയാണത് പറയുന്നത്: ഓരോ മനുഷ്യനും ഒരതിർത്തി നിശ്ചയിച്ചിട്ടുണ്ട്. അത് എല്ലായ്പ്പോഴും നിശ്ചയിച്ചിടത്ത് തന്നെ നിലനിൽക്കുന്നു. അതിനെ ഒരു തരത്തിലും മുൻപോട്ട് കൊണ്ടുപോകാനോ കുറയ്ക്കുവാനോ ആർക്കും കഴിയുകയില്ല. അതേ പ്രിയരെ, നമ്മുടെ ആയുസ്, അതിന്റെ ദൈർഘ്യം കൂട്ടാൻ കുറയ്ക്കാൻ നമുക്ക് കഴിയത്തില്ല. ഓൺലി ഗോഡ് നോസ് ഹൗ ലോങ് വി ലീവ്. സോ മോസസ് സെഡ്. അതുകൊണ്ട് വളരെ വർഷങ്ങൾക്ക്, നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഭക്തനായ മോശ പറഞ്ഞു,
ആവർത്തന പുസ്തകം 32 അധ്യായം അതിന്റെ 29 വാക്യം. ആവർത്തന പുസ്തകം 32 അധ്യായം അതിന്റെ 29 വാക്യം. Oh, that they were wise, that they understand this, that they would consider their later end. മലയാളത്തിൽ അതൊന്ന് വായിച്ചാട്ടെ. അവർ ജ്ഞാനികളായി ഇത് ഗ്രഹിച്ച് തങ്ങളുടെ ഭവിഷ്യം ചിന്തിച്ചെങ്കിൽ കൊള്ളായിരുന്നു. ജ്ഞാനികളായി ഇത് ഗ്രഹിച്ച് അവരുടെ ഭവിഷ്യം എന്താകുമെന്ന് ചിന്തിച്ചെങ്കിൽ കൊള്ളായിരുന്നു എന്ന്. Only God knows, but we, the wise, need to think that what will be our later end. നമ്മുടെ അവസാനം എന്താകുമെന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണെന്ന് ദൈവവചനം വളരെ ശക്തമായി നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ നാം എല്ലാവരും ഈ വഴിക്ക് കടന്നു പോകേണ്ടവരാണ്. അതുകൊണ്ട് ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നാം ഓരോരുത്തരും ഓരോ ദിവസവും ജീവിക്കണമെന്ന് ഞാൻ വളരെ സ്നേഹത്തോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. I have 5 realities to bring to your attention. 5 യാഥാർത്ഥ്യങ്ങള് നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. ഒന്നാമത്തെ യാഥാർത്ഥ്യം, on the day we die, our soul and body will be separated. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, മരണത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ താല്പര്യമുള്ളവരെ, അതിനെക്കുറിച്ച് കൂടുതൽ വായിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നാം മരിക്കുന്ന ദിവസം നമ്മുടെ ആത്മാവും ശരീരവും വേർതിരിക്കപ്പെടും. On the day we die, our soul and our body will be separated. നമുക്ക് വായിക്കാം. സഭാപ്രസംഗി എക്ലീസിയാസ്റ്റസ് chapter 12 verse 7. സഭാപ്രസംഗി 12 അധ്യായം അതിന്റെ 7 വാക്യം. പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകും. എന്നാൽ പൊടിയിൽ നിന്ന് നിന്നെ നിർമ്മിച്ചു, നിന്റെ ദേഹം ഈ പൊടിയിലേക്ക് ഇഴുകിച്ചേരും, ഈ മണ്ണിലേക്ക് ഇഴുകിച്ചേരും. ഇവിടെ നാം തിരിച്ചറിയേണ്ടത്, നാം മരിക്കുന്ന ദിവസം we do not know when it is, but one day we will die. When we die, we should die with clarity. ഒരു സംശയവുമില്ലാതെ നാം മരിക്കണം. നാം മരണത്തെ പുണരുവാൻ കാംക്ഷിച്ച് ഇരിക്കണം. അത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ആത്മാവ് ദൈവത്തിങ്കലേക്ക് ചേരും. It depends on who your God is. നിന്റെ ദൈവം ആരാണ് എന്നത് അനുസരിച്ചിരിക്കും where your spirit goes. കാരണം എന്നറിയാമോ? ഈ ഭാഗത്ത് തന്നെ സഭാപ്രസംഗി 8 അധ്യായം അതിന്റെ 8 വാക്യത്തില് chapter 8 verse 8 it says, there is no man that has power over the spirit to retain the spirit, neither has the power in the day of death. 32 Ecclesiastes chapter 8 verse 8. ആത്മാവിനെ തടുപ്പാൻ ആത്മാവിന്മേൽ അധികാരമുള്ള ഒരു മനുഷ്യനുമില്ല, മരണ ദിവസത്തിന്മേൽ അധികാരമുള്ളവനുമില്ല. ആത്മാവിനെ തടുപ്പാൻ മരണ ദിവസത്തിന്റെ മേൽ അധികാരമുള്ള ഒരൊറ്റ വ്യക്തി പോലുമില്ല.
മരണ ദിവസത്തിന്റെ മേലും അവന് അധികാരമില്ല എന്ന്. നമ്മൾ എത്ര ഉന്നതന്മാരായിരുന്നാലും, എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മള് വിചാരിക്കാം എല്ലാം നമ്മുടെ ചൊൽപ്പടിയിലാണ് എന്ന്. നമ്മൾക്ക് ചിന്തിക്കാൻ കഴിയും നമ്മളുടെ അധികാര പരിധിയിലാണ് എല്ലാം. ചിലര് പറയാറുണ്ട്, ഒരു പരുന്ത് പോലും എന്റെ അനുവാദമില്ലാതെ പറക്കത്തില്ല എന്ന്. ഇങ്ങനെ പല രീതിയിലുള്ളതായിരിക്കുന്ന വ്യർത്ഥമായ പ്രസ്താവനകൾ പ്രസ്താവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നമ്മൾ ഓർക്കണം, മരണത്തിന് നമുക്ക് യാതൊരു അധികാരവുമില്ല. അതിനെ പിടിച്ചു നിർത്താനും അധികാരമില്ല, അതിനെ നീട്ടിവെക്കാനും നമുക്ക് അധികാരമില്ല. On the day that we die, our body and the soul will be separated. അത് ദൈവവചനം നമുക്ക് തരുന്നതായ ഉറപ്പാണ്. അല്ലായിരുന്നുവെങ്കിൽ അമേരിക്കൻ ബ്രിട്ടീഷ് കൊമേഡിയനായ ബോബ് ഹോപ്പ് എന്ന് പറയുന്നതായ ഒരു മനുഷ്യൻ, വളരെ മില്യണറായിട്ടുള്ള ഒരു മനുഷ്യൻ, എല്ലാവിധമായ അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും വാങ്ങിച്ചതായ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ഒരു ബർത്ത്ഡേക്ക് ഇപ്രകാരമാണ് പറയുന്നത്. അമേരിക്കയുടെ പ്രസിഡന്റുമാരായിരുന്ന 5 പേര് അദ്ദേഹത്തിന്റെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷന് വന്നിട്ടുണ്ട്. He had many acres of land. The 2 television centers for him. ഒത്തിരി ബഹുമാനങ്ങളും പുരസ്കാരങ്ങളും ആദരവുകളും നേടിയിട്ടുണ്ട്. ജോൺ എഫ് കെന്നഡി അദ്ദേഹത്തിന് the highest presidential award കൊടുത്തിട്ടുണ്ട്. But when the day of his death came, nobody could control that. നമ്മൾ എന്തിനാ ബോബ് ഹോപ്പിലേക്ക് പോകുന്നത്? നമുക്കൊക്കെ അറിയാവുന്ന തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി, പഴയ മുഖ്യമന്ത്രി ജയലളിത എങ്ങനെയെങ്കിലും മരണത്തെ പിടിച്ചു നിർത്താൻ കഴിയുമായിരുന്നെങ്കിൽ പിടിച്ചു നിർത്താൻ ശ്രമിച്ചേനെ. ശരിയല്ലേ? കോടാനുകോടി കണക്കിന് സ്വത്തുള്ളതായിരിക്കുന്ന ജയലളിത, സ്ഥിരീകരിക്കപ്പെടാത്ത കണക്ക് പറയുന്നത് ജയലളിത മരിച്ചതിന് ശേഷവും ഏതാണ്ട് പല ദിവസങ്ങൾ ആ ജയലളിത മരിച്ചു എന്നതായിരിക്കുന്ന ആ വിവരം പുറം ലോകത്തെ അറിയിക്കാതെ സൂക്ഷിച്ചു. കാരണം nobody knew what is going to happen with the wealth that she stored up. നമുക്ക് ആർക്കും മരണത്തെ പിടിച്ചു വെക്കാൻ കഴിയത്തില്ല. On the day that we die, what will happen? The body and the soul will be departed, separated. രണ്ടാമത്തെ റിയാലിറ്റി, on the day that you die, all the earthly relations will come to an end. നാം മരിക്കുമ്പോൾ നമ്മുടെ ഭൂമിയിലെ എല്ലാ ബന്ധങ്ങളും അവസാനിക്കും. നാം മരിക്കുമ്പോൾ നമ്മുടെ ഭൂമിയിലെ എല്ലാ ബന്ധങ്ങളും അവസാനിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യവും 27-ഉം 28-ഉം വാക്യങ്ങളും ഇവിടെ ഒന്ന് വായിക്കുന്നത് വളരെ ഉചിതമായിരിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം. ധനവാനും മരിച്ചു അടക്കപ്പെട്ടു, പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. 27-28. അതിന് അവൻ, എന്നാൽ പിതാവേ, അവനെ എന്റെ അപ്പന്റെ വീട്ടിൽ അയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവരും ഈ യാതന സ്ഥലത്ത് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം, അതായത് നമുക്കറിയാം ധനികനും ദരിദ്രനുമായിട്ടുള്ള ഒരു അന്തരമാണ് ഇവിടെ കാണുന്നത്. ഒരു ധനികൻ മരിച്ചു,
ഒരു ദരിദ്രന് മരിച്ചു. ദരിദ്രൻ അബ്രഹാമിന്റെ മടിയിൽ വിശ്രമിക്കുമ്പോൾ ധനികൻ എന്തോ ചെയ്യുന്നറിയാമോ? യാതനാ സ്ഥലത്ത് വേദന അനുഭവിച്ചുകൊണ്ട്, കഷ്ടത ഏറ്റുവാങ്ങിക്കൊണ്ട്, പ്രയാസങ്ങളെ ഏറ്റുവാങ്ങിക്കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ട് അബ്രഹാം പിതാവിനോട് പറയുകയാണ്, പിതാവേ, ഈ ദരിദ്രനായിട്ടുള്ള മനുഷ്യൻ എന്റെ വീടിന്റെ പടിവാതിക്കൽ ഉണ്ടായിരുന്നവനാണ്. അവനെ നീ ഒന്ന് എന്ത് ചെയ്യണം? എന്റെ സഹോദരന്മാരുടെ അടുക്കിലേക്ക് അയക്കണം. എന്നാൽ എന്താ പറഞ്ഞത്? അത് സാധ്യമാകിയില്ല. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് ആർക്കും പോകാനും അവിടെ നിന്ന് ഇപ്പോൾ ജീവനോടെ ആർക്കും ഇങ്ങോട്ട് വരാനും കഴിയത്തില്ല. There ends the human relationship. The dead could not go back to the living, even to warn them. അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ പോലും മരിച്ചയാൾക്ക് ജീവനുള്ളവരുടെ അടുത്തേക്ക് പോകാൻ കഴിയത്തില്ല. We are cut off from friends, from our relatives, from our dear ones. അല്ലേ? നമ്മുടെ പ്രിയപ്പെട്ടവരെ ഒക്കെ വിട്ടിട്ട്, നമ്മുടെ സ്നേഹിതരെ ഒക്കെ വിട്ടിട്ട്, നമ്മുടെ ബന്ധുമിത്രാദികളെ ഒക്കെ വിട്ടിട്ട്, അവരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ വിച്ഛേദിച്ചിട്ട്, the death separates us. There ends the human relationship. If we are not a Christian, and if we do not have a Christian faith, there is no hope of seeing them again. നമുക്ക് കാണാം, പിന്നീട് നമുക്ക് അവരെ കാണാം. But when the death happens, there is no relationship. And in the hell, all comforts are gone, and there is no joyful reunion. അതുകൊണ്ട് നാം വളരെ ശ്രദ്ധയോടുകൂടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ജീവിതം നയിക്കണമെന്ന് ഞാൻ വളരെ വിനയത്തോടും അതോടൊപ്പം തന്നെ ആധികാരികതയോടും കൂടെ പറയട്ടെ പ്രിയരെ. മൂന്നാമത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, on the day we die, all our possessions will be stripped from you. നാം മരിക്കുമ്പോൾ, അല്ലെങ്കിൽ നാം മരിക്കുന്ന നാളിൽ നമ്മുടെ ഭൗമിക സ്വത്തുക്കളൊക്കെയും നമ്മളിൽ നിന്ന് നീക്കപ്പെടും. നാം മരിക്കുമ്പോൾ നമ്മുടെ ഭൗമിക സ്വത്തുക്കൾ എന്തെല്ലാം ഉണ്ടായിരുന്നാലും, എവിടെയൊക്കെ സ്വരൂപിച്ചു വച്ചിരുന്നാലും, എവിടെയൊക്കെ അടക്കി വച്ചിരുന്നാലും, on the day that you die, all your earthly possessions will be stripped from you. സദൃശ്യവാക്യങ്ങൾ 11-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. Proverbs chapter 11 verse 4. ക്രോധ ദിവസത്തിൽ സമ്പത്ത് ഉപകരിക്കുന്നില്ല, നീതിയോ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു. ക്രോധ ദിവസത്തിൽ സമ്പത്ത് ഉപകരിക്കുന്നില്ല എന്ന്. സമ്പത്ത് ഉപകരിക്കുന്നില്ല എന്ന്. നമ്മൾ എന്തെല്ലാം സ്വരൂപിച്ചു വെച്ചാലും, നാം എന്തെല്ലാം ഉണ്ടാക്കി വെച്ചാലും, മണിമന്ദിരങ്ങൾ പണിതാലും, on the day that we die, all that will be stripped off from us. നമുക്ക് വൈകാരികമായ അടുപ്പമുള്ള പല കാര്യങ്ങളുമുണ്ട്. ആ വൈകാരികതയൊക്കെ നാം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മാത്രമേ നമ്മളോടുകൂടെ ഉള്ളൂ.
നമ്മുടെ പ്രിയപ്പെട്ടവർ ഉപയോഗിച്ച പല കാര്യങ്ങൾ, അവർ സ്നേഹത്തോടുകൂടെ നമുക്ക് സമ്മാനിച്ചതായിരിക്കുന്ന പല ഗിഫ്റ്റ്സ് അല്ലെങ്കിൽ പല സാധനങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ പ്രതീക്ഷകൾ ഒക്കെ ഇവിടെ ബാക്കി വെച്ചിട്ട് നാം പോകണം. I'm talking about earthly dreams and earthly possessions and earthly hopes. ശരിയാണോ ഇത്? മരണ ദിവസത്തിൽ നിന്റെ സമ്പത്ത് ഉപകരിക്കുന്നില്ല. ധനവാനും മരിക്കും, ദരിദ്രനും മരിക്കും. സമ്പത്ത് കൂട്ടിവെക്കുന്നവനും മരിക്കും, സമ്പത്തില്ലാത്തവനും മരിക്കും. സുഖലോലുപതയോടെ ജീവിക്കുന്നവനും മരിക്കും, ദാരിദ്ര്യത്തോടെ ജീവിക്കുന്നവനും മരിക്കും. But on the day that we die, all our earthly possessions will be stripped away. ഒരിക്കല് ജോൺ വെസ്ലിയും ഒരു എസ്റ്റേറ്റ് ഓണറും കൂടെ ജോൺ വെസ്ലി എസ്റ്റേറ്റ് ഓണറുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. അപ്പോൾ ആ എസ്റ്റേറ്റ് ഓണർ അദ്ദേഹത്തെയും കൂട്ടിക്കൊണ്ട് കുതിര സവാരിക്ക് പോയി. രാവിലെ മുതൽ വൈകുന്നേരം വരെ കുതിരയുടെ പുറത്ത് കയറി തനിക്ക് ഉള്ളതിന്റെ ഒരംശം മാത്രം ഈ ജോൺ വെസ്ലിയെ കാണിച്ചു. വൈകുന്നേരമായപ്പോൾ അവർ ബംഗ്ലാവിൽ തിരിച്ചെത്തി. And at the end of the day, the plantation owner asked John Wesley, what do you think about myself? ജോൺ വെസ്ലി ഒരു പാസ്റ്ററാണ്. ജോൺ വെസ്ലിയോട് ചോദിക്കുകയാണ്, നീ എന്നെ പറ്റി എന്ത് ചിന്തിക്കുന്നു? After a moment of silence, John Wesley replied, I think you are going to have a hard time living all these things. നിനക്ക് ഈ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് പോകാൻ വളരെ വളരെ പ്രയാസകരമായിരിക്കും. You might have accumulated so much, maybe for generations. അവർ ധനം സമ്പാദിക്കും, ആരനുഭവിക്കുമെന്ന് അറിയുന്നില്ല താനും. എന്നെ കേൾക്കുന്ന പ്രിയരെ, all our earthly possessions will be stripped away on the day of our death. നാം ഇത് വളരെ ഗൗരവത്തോടെ കാണണം എന്ന് ഞാൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാൻ താല്പര്യപ്പെടുകയാണ്. നാലാമത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, on the day that you die or we die, all our earthly plans end. നാം മരിക്കുന്ന ദിവസം നമ്മുടെ ഭൗമിക പദ്ധതികളെല്ലാം അവസാനിക്കും. We all have great plans, but all will end suddenly at the day of our death. Our plans, our desires, our dreams about our children, all will end. നമുക്ക് രണ്ട് വേദഭാഗങ്ങൾ ഇവിടെ വായിക്കുന്നത് വളരെ നല്ലതാണ്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങൾ. ജെയിംസ് chapter 4 verses 13 to 14. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾപ്പിൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ.
നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മാഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. നമ്മുടെ ജീവിതം ഒരു ആവിയാണ്. ഞാൻ ഇന്ന പട്ടണത്തിൽ പോകും, ഞാൻ ഇന്ന ബിസിനസ് ചെയ്യും, ഞാൻ അവിടെ പണം സമ്പാദിക്കും, ഞാൻ അവിടെ മാളിക പണിയും, ഞാൻ അവിടെ സ്ഥലം വാങ്ങിക്കും, ഞാൻ ഇന്ന പട്ടണത്തിൽ ഫ്ലാറ്റ് വാങ്ങിക്കും, ആ ഫ്ലാറ്റ് ഞാൻ മറച്ചു വെക്കും, എന്നിട്ട് ഞാൻ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യും എന്നെല്ലാം കണക്കൂട്ടുകൾ ചെയ്തു പോകുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതം ഒരാവിയല്ലോ. On the day that you die, all your earthly dreams will come to an end. All your plans will come to an end. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. Luke chapter 12 verses 16 to 20. ഒരു ഉപമയും അവരോട് പറഞ്ഞത്, ധനവാനായ ഒരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്ത് ചെയ്യേണ്ടു? എന്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ ഇത് ചെയ്യും, എന്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എന്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു, ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. ദൈവമോ അവനോട്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. മൂഢ, ഈ രാത്രിയിൽ ഞാൻ നിന്റെ ജീവനോട് ഞാൻ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചതൊക്കെയും ആർക്ക്? അവനെ സംബന്ധിച്ചിടത്തോളം 3 കാര്യങ്ങളാ ഉള്ളത്: തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. അവനോട് തന്നെ പറയുക, എന്താ പറയുന്നത്? നീ മിടുക്കനായിരുന്നു, നീ കേമനായിരുന്നു, നീ കൊള്ളാകുന്നവനായിരുന്നു, നീ ഇഷ്ടം പോലെ സമ്പാദിച്ചു, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? കളപ്പുരകൾ അവനോട് തന്നെ പറയുക, നീ പൊളിക്കുക, പണിയുക, ഇടിച്ചു കളയുക, പണിയുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്, മൂഢ, നിന്റെ മൂഢതയിൽ നിന്ന്, നിന്റെ അറിവില്ലായ്മയിൽ നിന്ന് നീ പറയുന്നതാണെങ്കിൽ ഞാൻ നിന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. If I ask you your life from life tonight, what will happen to all what you have possessed? നീ ഒരുക്കി വെച്ചതൊക്കെ ആർക്ക്? നിന്റെ പ്ലാനുകളൊക്കെ എവിടെ പോയി? അതുകൊണ്ട് പ്രിയരെ, on the day that you die, all your earthly plans end. കണ്ണടയുന്നത് വരെയേ ഉള്ളൂ. നമ്മൾ അകത്തോട്ട് വലിക്കുന്ന ശ്വാസം പുറത്തോട്ട് വിടാൻ കഴിയാതെ തീർന്നു പ്രിയരെ. ആരായാലും ചിന്തിപ്പാനായിട്ട് ഞാൻ പറയുകയാണ്, നന്നായിട്ട് ചിന്തിക്കണം, കാര്യമായി ചിന്തിക്കണം. ആവശ്യമില്ലാത്ത കുറ്റവും കുറവും അന്വേഷിച്ചുകൊണ്ട്, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ്, മറ്റുള്ളവരെ പഴിച്ച്, മറ്റുള്ളവരുടെ അപ്രീതി സമ്പാദിച്ച് ജീവിതത്തിൽ തങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവത്തിന്റെ വചനം പറയാനുള്ളത്, if I ask your life tonight, what will happen? All your plans will end. പക്ഷെ മരണം കൊണ്ട് നിന്റെ ജീവിതം തീരുന്നില്ല. We will come to that. 5-ാമത്തെ ഒരു കാര്യം, on the day that we die, all hope of salvation will end for you. നമ്മൾ മരിക്കുന്ന ദിവസം രക്ഷയുടെ എല്ലാ പ്രതീക്ഷകളും നമ്മുടെ മുമ്പിൽ അവസാനിക്കും. On the day we die, രക്ഷയുടെ എല്ലാ പ്രതീക്ഷകളും നമ്മുടെ മുമ്പിൽ അവസാനിക്കും.
രണ്ട് വാക്യങ്ങൾ. Revelations chapter 22 verse 11. വെളിപ്പാട് പുസ്തകം 22 അധ്യായം 11 വാക്യം. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ. അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ. അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ. നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ. നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. വിശുദ്ധൻ ഇനി തന്നെ വിശുദ്ധീകരിക്കട്ടെ. There is time for everything. നമുക്ക് ദൈവം കാലാവധികളെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ. We'll come to that later. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഒരു വാക്യം കൂടെ വായിക്കുന്നത് വളരെ ഉപകാരമാണ്. 2 കൊരിന്ത്യർ 6 അധ്യായം 2 വാക്യം. 2 Corinthians chapter 6 verse 2. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവൻ അരുളി ചെയ്യുന്നുവല്ലോ. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഇപ്പോഴാകുന്നു രക്ഷാദിവസം. വരുവിൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ. Come, this is the time. This is the Lord's favor. ഇപ്പോഴാണ് സുപ്രസാദകാലം. ഇപ്പോഴാണ് രക്ഷാദിവസം. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. അതുകൊണ്ടാണല്ലോ നാം മനോഹരമായിട്ട് ഇന്ന് രാവിലെ പാടിയ പാട്ട്, രക്ഷാദാനമോ അതെത്ര ആശ്ചര്യം. വളരെ വളരെ വ്യക്തമായിട്ട് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തിയതായിട്ടുള്ള ഒരു പാട്ടാണല്ലോ അത്. യേശു രക്ഷിതാവൻ സ്വന്തമായതാൽ, ഞാൻ അവൻ സന്താനം ആയിത്തീർന്നതാൽ, എന്തു മോദം എന്റെ അന്തരംഗത്തിൽ പാടും ഞാൻ സന്തോഷത്താൽ. രക്ഷാദാനമോ അതെത്ര മാധുര്യം, എന്നെ വീണ്ടതോ അതെത്ര ആശ്ചര്യം. കർത്തൻ സ്വന്തമായിട്ട് എന്നെ തീർത്തതാൽ കീർത്തിക്കും ഞാൻ നന്ദിയാൽ. മരണം വരെ നമുക്ക് ഈ അവസരമുള്ളൂ പ്രിയരെ. മരിച്ചു കഴിഞ്ഞ എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ആര് എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്താലും, ആര് എന്തെല്ലാം നേർച്ചകളും കാഴ്ചകളും കഴിച്ചാലും, എന്തെല്ലാം രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിച്ചാലും ഒരു പ്രയോജനമില്ല. ഇന്നാണ് രക്ഷാ ദിവസം, ഇപ്പോഴാണ് സുപ്രസാദകാലം. അതുകൊണ്ട് സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. നമ്മൾ നമ്മുടെ ഭവനങ്ങളിലുള്ള രക്ഷിക്കപ്പെടാത്ത, ദൈവകൃപ അനുഭവിക്കാത്ത, ദൈവ സ്നേഹം അനുഭവിക്കാത്ത പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം അവരുടെ ജീവിതത്തിന്റെ ആ സ്പാനിനുള്ളില് അവർ കർത്താവിനെ രക്ഷകനും കർത്താവുമായിട്ട് അംഗീകരിച്ചില്ല എങ്കിൽ, അവർ കർത്താവിന്റെ പക്ഷമായി തീർന്നില്ല എങ്കിൽ, അവർക്ക് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല പ്രിയരെ. On the day we die, all the hope of salvation will end for you. രക്ഷാദാനമോ അതെത്ര മാധുര്യം, എന്നെ വീണ്ടതോ അതെത്ര ആശ്ചര്യം. കർത്തൻ സ്വന്തമായിട്ട് അവൻ എന്നെ തീർത്തതാൽ കീർത്തിക്കും ഞാൻ നന്ദിയാൽ. ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. We talk about the realities of death. മരണത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാനായിട്ട് ഞാൻ ശ്രമിക്കുകയായിരുന്നു. When I was speaking this, I was talking to myself. Where do I stand? ഞാൻ എവിടെയാണ്? 5 കാര്യങ്ങളാണല്ലോ നമ്മൾ ഇന്ന് ചിന്തിച്ചത്. ഒന്നാമത് നാം ചിന്തിച്ചു, നാം മരിക്കുന്ന ദിവസം നമ്മുടെ ആത്മാവും നമ്മുടെ ശരീരവും തമ്മിൽ വേർതിരിക്കപ്പെടും. 2,
നാം മരിക്കുന്ന ദിവസം നമ്മുടെ ഭൂമിയിലെ എല്ലാ ബന്ധങ്ങളും അവസാനിക്കും. മൂന്ന്, നാം മരിക്കുന്ന നാളിൽ നമ്മുടെ ഭൗമിക സ്വത്തുക്കളൊക്കെയും നമ്മിൽ നിന്ന് നീക്കപ്പെടും. നാല്, നാം മരിക്കുന്ന ദിവസം നമ്മുടെ ഭൗമിക പദ്ധതികളെല്ലാം അവസാനിക്കും. അഞ്ച്, നാം മരിക്കുന്ന ദിവസം രക്ഷയുടെ എല്ലാ പ്രതീക്ഷകളും നമ്മുടെ മുമ്പിൽ അവസാനിക്കും. So do you understand how precious life is? And how carefully we have to live our life? അതുകൊണ്ട് ജീവിതത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി, മരണത്തിന്റെ ഭയങ്കരത്വം മനസ്സിലാക്കിക്കൊണ്ട് ആമോസ് പ്രവാചകൻ പറയുന്ന ഒരു വാക്യം വായിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആമോസ് chapter 4 verse 12. ആമോസ് പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. അതുകൊണ്ട് ഇസ്രായേലേ, ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. അതുകൊണ്ട് ഇസ്രായേലേ, ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഇസ്രായേലേ, ഞാൻ ഇത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട്. ഇസ്രായേലേ, ഞാൻ ഇത് നിന്നോട് ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ആമേൻ. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഇസ്രായേലേ, ഞാനിത് നിന്നോട് ചെയ്യും. നീ മരിക്കും. ഞാനിത് ചെയ്യാൻ പോകുന്നത് കൊണ്ട് ഇസ്രായേലേ, നീ ഒരു കാര്യം ചെയ്തു കൊള്ളണം. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളണം. Are we ready to meet our God? ദൈവത്തെ എതിരേൽപ്പാൻ നാം ഒരുങ്ങിയിട്ടുണ്ടോ? Let us close our eyes. Let us meditate on what we have heard. Let us ask the Lord, if there is something that we need to set right, let God speak to us. Death is a reality. Life is a reality. Life after death is a reality. And on the day that you die, if you are not saved, no one can do anything with us. രാവിലെ സമയം ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ നമ്മളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവം നമുക്ക് തരുന്നതായ ഒരവസരം. ഈ അവസരം ശരിയായി പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് കഴിയുമോ?